ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊച്ചിയിലെ ഗോയിറ്റയിൽ B2 എക്സാം ഡേറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. ഓൾറെഡി ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രിവാൻഡ്രം ഗൂഗിളിൽ ട്രിവാൻഡ്രം ഗോയിറ്റ എന്ന് ടൈപ്പ് ചെയ്യുമ്പം നമുക്ക് ട്രിവാൻഡ്രം ഗോയിറ്റയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ലോഗിൻ ബട്ടൺ ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് കാണാം. അത് കണ്ട് നിങ്ങൾ സൈൻ അപ്പ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചിലരൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എറർ വരുന്നുണ്ട്. അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഓൾറെഡി മെയിൽ എക്സിസ്റ്റ് ആണെന്ന് പറയുന്ന ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു ഗോയിറ്റ സെന്ററിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവരതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഈ ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് B2ന്റെ എക്സാം ഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ഗോയിറ്റ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കാം നമുക്ക് ഈ എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ ആദ്യ ഒരു പേജിൽ ഇങ്ങനെ കാണും. സോ അതിൻ്റെ അത് ഇപ്പം റീസെൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ B2 എക്സാംസ് നമുക്ക് 15th 16th മാർച്ചിലും 23rd 25th മാർച്ചിലും അവൈലബിൾ ആണ്. സോ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് 5th ഫെബ്രുവരി 11നും 11/2നും ഇടയ്ക്കാണ്. 11/2 കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ആവുകയും ഫസ്റ്റ് കം ബേസിസിലായിരിക്കും അവർ നമുക്ക് സീറ്റ് തരുന്നതെന്ന് ഇവർ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ അതിന് വേണ്ടി ഓൾറെഡി ഈ മെയിലൊക്കെ ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുകയും കറക്റ്റ് 11, അതായത് 10:59 നിങ്ങൾക്ക് അയച്ചാലും ഇത് റിജക്റ്റ് ആവും. സോ കറക്റ്റ് 11 ആകുമ്പോൾ നിങ്ങൾ ഇമെയിൽ സെൻഡ് ചെയ്യുക. സോ സെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ്. exams@goith centrum.org എന്ന് പറയുന്ന ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് നമ്മൾ മാർച്ച് 2024 എക്സാം രജിസ്ട്രേഷൻ ഗോയിറ്റ സെൻട്രം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. സോ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫോമാറ്റ് ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഫോമാറ്റ് ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. നമ്മൾ നേരത്തെ പണ്ടൊക്കെ അയച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഫോമാറ്റ് ആയിരുന്നു. ആ ഒരു ഫോമാറ്റ് റോങ് ആണ്. നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. സോ കുറേ പേരുടെ ഡൗട്ടാണ് ഇതെങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതെന്നാണ്. സോ ഇത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ പോയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ടേബിൾ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾ ഇൻസേർട്ട് എന്ന് പറയുന്നത് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ അകത്ത് 5x2 ആണ്. സോ നിങ്ങൾ 5x2 ടേബിൾസ് എടുക്കുക. എന്നിട്ട് അതിൽ കൊടുത്തേക്കുന്ന പേര്, കറണ്ട് അഡ്രസ്സ്, ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. സോ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ കോപ്പി ചെയ്യുക. വീണ്ടും നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. ഇത് ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ മൊഡ്യൂൾസാണ് വേണ്ടതെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അത് നിങ്ങൾ ഓൾറെഡി മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം എഴുതുക. ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അവരുടെ സൈറ്റ് ലോഗിൻ ചെയ്തേക്കുന്ന ആ ഇമെയിൽ ഐ ഡി വേണം നിങ്ങളിവിടെ എൻ്റർ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഈ ഇമെയിൽ ഐ ഡി നിങ്ങൾ അത് തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആ സമയത്ത് സെൻഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊച്ചി ഗോയിറ്റയിൽ B2 എക്സാംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഫോമാറ്റ്, ഈ ഒരു ടേബിളാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അവർക്ക് അയക്കേണ്ടത്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്